അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത് പൊട്ടച്ചിറയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറിലേക്കാണ്. മഹദി എങ്ങനെയാണ് ഈ ഉന്നത പദവിയിലേക്ക് എത്തിയതും അതുപോലെ തന്നെ അവിടെ നടന്ന ചരിത്ര കറാമത്തിൻ്റെ സംഭവ വികാസങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയോട് ചേർന്നാണ് പൊട്ടച്ചിറ എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 1925 ചെറുപ്പശ്ശേരിക്കടുത്ത കുറ്റിക്കോട് എന്ന സ്ഥലത്ത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. തീർത്തും ഒരു ഹൈന്ദവ ഗ്രാമീണ കുടുംബാംഗങ്ങളായ വേലപ്പൻ, കാളി എന്നിവരുടെ 4ാമത്തെ മകളായിട്ടായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ബീവി ജനിച്ചു വളരുന്നത് തികച്ചും ഹൈന്ദവ സംസ്കാരത്തിലായിരുന്നു. അങ്ങനെ ഹൈന്ദവ സംസ്കാരത്തിലുള്ള ജീവിതത്തിലായിരുന്നു മഹദി ജനിച്ചു വളരുന്നത്. കാലങ്ങളങ്ങനെ കഴിഞ്ഞുപോയി. മഹദിക്ക് കല്യാണപ്രായമായി. 17ാമത്തെ വയസ്സിലായിരുന്നു മഹദിയുടെ കല്യാണം. കോരു എന്ന ഒരു 24 വയസ്സുകാരനായിരുന്നു മഹദിയെ കല്യാണം കഴിക്കുന്നത്. തീർത്തും ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു കോരുവിൻ്റെ ജനനം. വലിയ ഒരു കൂട്ടുകുടുംബമായിരുന്നു കോരുവിൻ്റെ. അതിനാൽ തന്നെ മഹദിക്ക് നിരവധി പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് അവിടെ അനുഭവിച്ചത്. അതിനാൽ അവർ ഏലിയാപറ്റയിലേക്ക് താമസം മാറ്റുകയുണ്ടായി. അങ്ങനെ ഏലിയാപറ്റയിലേക്ക് താമസം മാറ്റിയതോടെ അവിടേക്ക് ആ ഭാഗത്തേക്ക് സ്ഥിരം സന്ദർശകരിൽ ഒരാളായിരുന്നു അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ ഉപ്പാപ്പ. ഏലിയാപറ്റയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്ഥിര സന്ദർശകരിൽ ഒരാളായിരുന്നു അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ. അന്നത്തെ കാലത്ത് അവിടുത്തെ ജാതിമത വേർതിരിവില്ലാതെയായിരുന്നു അജ്മീർ ഫക്കീർ ഉപ്പാപ്പൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നിരുന്നത്. അങ്ങനെയിരിക്കെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. മഹദിക്ക് ആ സമയത്ത് കടുത്ത ഒരു വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കാണിച്ചിട്ടും അതിനൊരു പരിഹാരം കിട്ടിയില്ല. അങ്ങനെയാണ് വീരാൻ ഔലിയ ഉപ്പാപ്പാൻ്റെ അടുക്കലേക്ക് ഈ മഹദി എത്തപ്പെടുന്നത്. അന്നത്തെ കാലത്ത് വീരാൻ ഔലിയ ഉപ്പാപ്പാൻ്റെ അടുക്കലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് ബീവി കാണുകയുണ്ടായി. അങ്ങനെ മഹദി ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ ഈ പ്രശ്നത്തിന് വീരാൻ ഔലിയ ഉപ്പയുടെ അടുക്കൽ നിന്നൊരു പരിഹാരം കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസം മഹദിയുടെ മനസ്സിൽ ഉടലെടുത്തു. പക്ഷേ മഹദിക്ക് വീരാൻ ഔലിയയുടെ മുന്നിലേക്ക് ചെന്നു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മഹാൻ്റെ സഞ്ചാരപാത പിന്തുടർന്ന മഹദി മഹാനെ വീക്ഷിക്കാൻ തുടങ്ങി. ഈ വീക്ഷണം വീരാൻ ഔലിയയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടെയുള്ളവരോട് ആരാണ് ആ സ്ത്രീ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആരാണ് ആ സ്ത്രീ, എന്തിനാണ് നമ്മളെ അവർ പിന്തുടരുന്നത് എന്ന് വീരാൻ ഔലിയ ഉപ്പാപ്പ കൂടെയുള്ളവരോട് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ അന്വേഷിച്ചു. ഉപ്പാപ്പയോട് അവരിങ്ങനെ പറഞ്ഞു, അതൊരു ഹൈന്ദവ സ്ത്രീയാണ്. അവർക്ക് കടുത്ത വയറുവേദന മൂലം പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ തന്നെ ഉപ്പാപ്പ അവരോട് പറഞ്ഞു, ആ വയറുവേദന എന്നാൽ മാറിക്കോട്ടെ എന്ന്. കൂടെയുള്ളവരോടും അങ്ങനെ പറയാൻ പറഞ്ഞു, മാറിക്കോട്ടെ എന്ന്. അങ്ങനെ അവർ ഏറ്റുപറഞ്ഞു, എന്നാൽ ആ വയറുവേദന മാറിക്കോട്ടെ എന്ന്. അങ്ങനെ കാലങ്ങളോളം പ്രയാസം അനുഭവിച്ച ആ മഹദി അതോടെ ആ വയറുവേദനക്കൊരു ശമനം കിട്ടി. ഈ സംഭവം പിന്നെ ആ നാട്ടിലാകെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി. പിന്നീട് അങ്ങോട്ടാണ് ഒരു ചരിത്രത്തിൻ്റെ മഹാഭാഗമാകുന്നത്. വീരാൻ ഔലിയ ഉപ്പാപ്പ പങ്കെടുക്കുന്ന എല്ലാ സദസ്സിലും മഹദി പങ്കെടുക്കാൻ വരവ് തുടങ്ങി. വീരാൻ ഔലിയ ഉപ്പാപ്പാനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും മഹദിക്ക് കൂടുതൽ ആഗ്രഹമായി. അവിടെ വന്ന് തന്നെ ചെറുപ്പത്തിൽ അലട്ടിയിരുന്ന ഒരു പൈശാചിക ബുദ്ധിമുട്ടും മഹദി വീരാൻ ഔലിയയുടെ മുന്നിലേക്ക് സമർപ്പിച്ചു. അതിനും ഒരു പരിഹാരം കിട്ടിയതോടെ മഹദിക്ക് സന്തോഷമായി. അങ്ങനെ മഹദിയെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വീരാൻ ഔലിയ ഉപ്പയുടെ അടുക്കൽ നിന്നൊരു പരിഹാരം ലഭിച്ചതോടെ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കൂടുതൽ വിശ്വാസമായി കൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊട്ടച്ചിറയിലെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയതുമൊക്കെ. ഇതിലും ഒരുപാട് കറാമത്തുകളൊക്കെ നടന്നിട്ടുള്ളതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹദിയായ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് ചരിത്രയാത്രകളിലൂടെ നമ്മൾ ഇനിയും മുന്നിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരു വീഡിയോ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.